ഹായ്. പല്ലുകൾ ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിക്കുന്നവരോട് ചിരിക്കുമ്പോൾ പല്ലുകളിൽ ഇത്തരത്തിലൊരു വിടവുണ്ടെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ പല്ലുകളിൽ വരുന്ന വിടവുകളെയാണ് നമ്മൾ ഡയസ്റ്റീമ എന്ന് പറയുന്നത്. ഡയസ്റ്റീമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണങ്ങളിൽ ഒന്നാമത്തത് ട്രാൻസിയന്റ് മാലോക്ലൂഷൻ, താൽക്കാലികമായ പല്ലിന്റെ നിരതെറ്റലുകൾ. ഇത് കൂടുതലായും കാണുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് കുട്ടികളിലാണ്. കുട്ടികൾ അവരുടെ പാൽപ്പല്ലുകൾ പോയി പെർമനന്റ് പല്ലുകൾ വരുന്ന ആ ഒരു കാലയളവ്, അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്നാണ് ഈ കാലയളവിനെ പറയുന്നത്. ഈ സമയത്ത് ടെമ്പററി ആയിട്ട് കുട്ടികളിൽ ഈ വിടവുകൾ കാണപ്പെടാറുണ്ട്. ഫ്രണ്ടിലത്തെ ഉളിപ്പല്ലുകൾക്കിടയിൽ വിടവുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ കോമ്പല്ലിന്റെ വരവോടുകൂടി, കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലിന്റെ വരവോടുകൂടി ഈ വിടവുകൾ അങ്ങ് അടയുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ സൈസും അതുപോലെ തന്നെ പല്ലിരിക്കുന്ന ഒരു ആർച്ച് ഉണ്ടല്ലോ, ഈ ആർച്ചിന്റെ അളവും അതിന്റെ ഒരു ലെങ്തും തമ്മിലുള്ള ഒരു ചേരായ്മ എന്ന് പറയാം. അതായത് ചിലർക്ക് ലെങ്ത് ഒരുപാട് കൂടുതലായിരിക്കും ആർച്ചിന്റെ, പല്ലിന്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇതിനെയാണ് മൈക്രോഡോൺഷ്യ എന്ന് പറയുന്നത്. പല്ലിന്റെ സൈസ് ചെറുതാവുന്നതിനെയാണ് മൈക്രോഡോൺഷ്യ എന്ന് പറയുന്നത്. സമയത്ത് എന്ത് സംഭവിക്കും? ആർച്ചിൽ ഒരുപാട് സ്ഥലം കിടക്കുകയാണ്, പല്ലിന്റെ സൈസ് കുറവുമാണ്. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഈ പല്ലുകൾ ഡ്രിഫ്റ്റ് ചെയ്യും, മാറി മാറി നീങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? ഈ പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതിനെയാണ് മീസിയോഡെൻസ് എന്ന് പറയുന്നത്. പുളിപ്പല്ലിന്റെ ഇടയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന ചെറിയ കുഞ്ഞൻ പല്ലുകളാണ് മീസിയോഡെൻസ്. സോ ഇത്തരത്തിലുള്ള പല്ലുകൾ വരുന്നത് മൂലമോ അല്ലെങ്കിൽ വരാതെ ഈ പറഞ്ഞ ഉളിപ്പല്ലുകളുടെ വേരുകൾക്ക് അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് മൂലമോ എന്ത് സംഭവിക്കാം? ഈ ഉളിപ്പല്ലുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ പ്രത്യക്ഷപ്പെടാം. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ശീലങ്ങളാണ്. അതായത് ഇപ്പോൾ ചില കുട്ടികൾ വിരൽ ചീമ്പുന്ന ശീലം ഉണ്ടായിരിക്കാം. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നാക്ക് തള്ളുന്ന ഉള്ളവരുണ്ടായിരിക്കാം. സോ ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മുടെ പല്ലിലും മറ്റും കൂടുതൽ പ്രഷർ കൊടുക്കുകയും അതിന്റെ തൽഫലമായി എന്ത് സംഭവിക്കാം? നമ്മുടെ പല്ലുകൾ കുറച്ചുകൂടെ പൊക്കത്തിലോട്ട് ഉന്തി വരികയും ചെയ്യുന്നു, പല്ലുകളിൽ വിടവുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റുകളോ മറ്റോ ഈ പറഞ്ഞ പല്ലുകൾക്കിടയിൽ ഉൾവശത്ത് മോണയ്ക്കകത്തോ എല്ലിനകത്തോ ഉള്ളതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കാം? പല്ലുകളിൽ വിടവുകൾ പ്രത്യക്ഷപ്പെടും. ആറാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ചുണ്ടുകൾക്ക് ഉള്ളിൽ നമ്മുടെ ഉൾവശത്ത് കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രീനം എന്ന് പറയുന്നത്. ഈ ഫ്രീനത്തിന്റെ അറ്റാച്ച്മെന്റ് എന്തിനോട്ട് കഴിക്കാം? ഈ പറഞ്ഞ ഡയസ്റ്റീമ ഉണ്ടാകുന്നതിന് ഒരു റീസൺ ആണ്. ഇത് കൂടുതൽ താഴെയായി അറ്റാച്ച് ചെയ്യപ്പെടുകയും പല്ലുകൾക്കിടയിൽ ചേർന്നുള്ള ഭാഗത്തിൽ അറ്റാച്ച് ചെയ്യുകയും തൽഫലമായി ഈ പറഞ്ഞ ദശ ഈ പല്ലുകൾക്കിടയിൽ വരികയും ദശയുടെ കാരണം കൊണ്ട് പല്ലുകൾക്ക് അടുത്തിരിക്കാൻ സാധിക്കാതെ പല്ലുകൾ അകന്നു പോകുകയും ചെയ്യുന്നു. വംശീയത അല്ലെങ്കിൽ പാരമ്പര്യം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നീഗ്രോയിഡ് വംശത്തിൽപ്പെട്ട ആളുകളിലാണ് കൂടുതലായും മറ്റു വംശത്തെക്കാളും കൂടുതൽ ഈ പറഞ്ഞ ഡയസ്റ്റീമ കണ്ടുവരുന്നത്. ഇതിനും ആദ്യം എന്ത് നമ്മൾ കണ്ടെത്തണം? ഇതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കാരണത്തെ ആശ്രയിച്ചാണ് ഇതിന്റെ പ്രതിവിധികളും നമ്മൾ പാലിക്കേണ്ടത്. ഇപ്പോൾ അഗ്ലി ഡക്ലിംഗ് സ്റ്റേജിൽ ഈ പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള നിരതെറ്റലിന് പ്രത്യേകിച്ച് ചികിത്സാ വിധികളൊന്നും ആവശ്യമില്ല. ഫ്രീനത്തിന്റെ അറ്റാച്ച്മെന്റ് മൂലം ഈ ഡയസ്റ്റീമ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ കേസുകളിൽ നമ്മൾ ഏത് ട്രീറ്റ്മെന്റിന് പോയിട്ട് കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ വളർന്നിരിക്കുന്ന ഈ ദശ മാറ്റുക എന്നുള്ളതാണ്. ഈ ഫ്രീനം മുറിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഫ്രീനെക്ടമി എന്ന് പറയുന്നത്. ഡയസ്റ്റീമയ്ക്കുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ ഉപാധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് പല്ലെ കമ്പി ഇടുന്നതാണ്. ഇത് തന്നെ രണ്ട് ടൈപ്പിലുള്ളതുണ്ട്. ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പല്ല് വെക്കുന്ന ടൈപ്പിലുള്ള പല്ലെ കമ്പികളും അതുപോലെ തന്നെ റിമൂവബിൾ ആയിട്ടുള്ളത് വെക്കുന്ന ടൈപ്പിലുള്ള പല്ലെ കമ്പിയിടുന്ന രീതികളുമുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് വിവിധ തരത്തിലുള്ള അത്തരത്തിലുള്ള അപ്ലയൻസസുകളാണ്. ഇതിൽ ഏതാണ് നിങ്ങളുടെ പല്ലിന് ഉചിതമായിട്ടുള്ളത് എന്നത് ഒരു ഓർത്തോഡോണ്ടിസ്റ്റിന് മാത്രമേ കൃത്യമായി അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കാരണം അത് നിങ്ങളുടെ പല്ലിലെ മറ്റു ഭാഗങ്ങളെയും പ്രായത്തെയും അങ്ങനെ പല കാര്യങ്ങളെയും ആശ്രയിച്ച്. ഇനി അടുത്തൊരു ഉപാധി എന്ന് പറയുന്നത് പല്ല് അടയ്ക്കുക, അതായത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് പല്ലിന്റെ അതേ കളറിലുള്ള പല്ലടയ്ക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഈ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഗ്യാപ്പിൽ ബിൽഡ് ചെയ്തെടുക്കുന്നു, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു അവിടെ. സോ അത്തരത്തിൽ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഡയസ്റ്റീമയുടെ വിടവുകൾ നികത്തി അത് ഭംഗിയുള്ളതാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ഉപാധി എന്ന് പറയുന്നത്
ക്രൗണുകൾ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പല്ലുകൾ ചെറുതാക്കി ശേഷം നമ്മൾ ക്രൗണുകൾ വെച്ച് ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചികിത്സാ വിധികളാണ് ഡയസ്റ്റമിക്ക് വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്നത്. ഡയസ്റ്റമിക്കുള്ള കാരണങ്ങളും അതിനു വേണ്ടിയുള്ള പ്രതിവിധികളും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതനുസരിച്ച് ആ പോർഷനുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.